63 77 15 ഈ ഒരു ഒറ്റ ഡയലോഗ് കേട്ടാൽ മതി മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട്. അപ്പുകുട്ടനായി വന്ന് നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച് മാർക്കോയിലൂടെ തിയേറ്ററുകളെ ഇളക്കിമറിച്ച മലയാളികളുടെ സ്വന്തം ജഗദീഷ് ഏട്ടന് ഇന്ന് 71 പിറന്നാൾ. ആണാ 77 15 അതാ 12 13 എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. വെറും ഒരു ഹാസ്യ നടൻ എന്ന ലേബലിൽ ഒതുങ്ങാതെ പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ മലയാള സിനിമയെ ഇപ്പോഴും വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തിരുവനന്തപുരംകാരൻ. തിയേറ്ററുകളെ ചിരിപ്പൂരം കൊള്ളിച്ച ഒരു കാലഘട്ടത്തിന്റെ ഐക്കണാണ് ജഗദീഷ്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിൽ ജഗദീഷ് ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല. 500 വീട്ടിലെ കടുത്ത നിയമങ്ങൾക്കിടയിലും മുകേഷിന്റെ കട്ട ഫ്രണ്ടായി മായൻകുട്ടി എന്ന തകർപ്പൻ ക്യാരക്ടറുമായി വന്ന് കളം നിറച്ചതും ഹരിഹർ നഗറിന്റെ 3ാം ഭാഗമായ ഇൻഗോസ്റ്റ് ഹൗസിൽ പ്രായം മറന്ന് അപ്പുകുട്ടൻ പ്രേതാലയത്തിൽ കാട്ടിക്കൂട്ടുന്ന കോമഡികൾ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വിടില്ല. ആട്ടോണ്ട് സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എടുക്കട്ടെ. ജഗദീഷ് എന്നാൽ വെറും കോമഡി മാത്രമല്ലെന്ന് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് പരിശോധിച്ചാൽ വ്യക്തമാകും. റൊഷാക്കിലും ഓഫീസ് റോൺ ഡ്യൂട്ടിയിലും മാർക്കോയിലും കാണുന്ന സീരിയസ് മുഖം ജഗദീഷിന് പുതിയതല്ല. കരിയറിന്റെ തുടക്കകാലം മുതൽക്കേ തനിക്ക് ക്യാരക്ടർ റോളുകളും വൈകാരിക വേഷങ്ങളും ഒരുപോലെ വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ജഗദീഷ് എന്ന നടന്റെ ഒരു പുതിയ വശമാണ് പ്രേക്ഷകർ കണ്ടത്. റൊഷാക്ക് എന്ന ചിത്രത്തിലെ വില്ലത്തരം കലർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അബ്രഹാം ഓസ്ലർ എന്ന ജയറാമിന്റെ ചിത്രത്തിൽ കഥാഗതിയെ മാറ്റിമറിക്കുന്ന അതീവ ഗൗരവമുള്ള ഡോക്ടർ കഥാപാത്രമായി അദ്ദേഹം കയ്യടി നേടി. ഇതുവരെ കാണാത്ത ക്രൂരത നിറഞ്ഞ പക്ക മാസ് വില്ലൻ അവതാറിലാണ് ജഗദീഷ് മാർക്കോയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചത്. ജഗദീഷ് എന്ന നടന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ പ്രകടനം. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനിൽ നിന്നും കോളേജ് പ്രൊഫസറിൽ നിന്നും സിനിമയിലേക്ക് വന്ന് ഇന്ന് മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി ജഗദീഷ് തിളങ്ങി നിൽക്കുന്നു. ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് ഓടി നടന്ന് അഭിനയിക്കുന്ന ജഗദീഷിന് പ്രായം വെറുമൊരു അക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് വിസ്മയിപ്പിക്കുന്ന വില്ലൻ റോളുകളിലൂടെയും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ഞങ്ങളെ ഞെട്ടിക്കാൻ ജഗദീഷ് ഏട്ടന് കഴിയട്ടെ. മലയാളികളുടെ പ്രിയപ്പെട്ട അപ്പുക്കുട്ടന് Metro 7 ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.